ഇന്ന് കെ സുരേന്ദ്രൻ BJP അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു, മാധ്യമങ്ങളെ കണ്ടാൽ കൈവെക്കണം എന്ന്. കൃത്യമായി മാധ്യമപ്രവർത്തകരോടുള്ള ഒരു ഭീഷണി ഉയർത്തിക്കൊണ്ടായിരുന്നു കെ സുരേന്ദ്രൻ്റെ പ്രതികരണം എന്ന് പറയുന്നത്. കെ സുരേന്ദ്രൻ്റെ ആ പ്രതികരണത്തോട് നിരവധി രാഷ്ട്രീയ പ്രതികരണങ്ങളും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും മന്ത്രി PM മുഹമ്മദ് റിയാസും ഒക്കെ പ്രതികരിക്കുകയുണ്ടായി. സുജു ടി ബാബു പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. സുജു, കെ സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ, അതിനുശേഷം വന്ന രാഷ്ട്രീയ പ്രതികരണങ്ങൾ. പത്തനംതിട്ടയിൽ വെച്ചായിരുന്ന BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തിയത്. BJPക്കെതിരെ വാർത്ത കൊടുക്കുന്ന മാധ്യമപ്രവർത്തകരെ വെറുതെ വിടുകയില്ലെന്നും ഏത് കൊമ്പത്ത മാധ്യമപ്രവർത്തകനാണെങ്കിലും അവരെ വെറുതെ വിടുകയില്ലെന്ന ഭീഷണിയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തിയിരിക്കുന്നത്. BJPയിലെ ആഭ്യന്തര കലഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ഇത്തരത്തിലൊരു മറുപടി നൽകിയത്. പ്രത്യേകിച്ച് പാലക്കാട് തെരഞ്ഞെടുപ്പിലെ തോൽവിയും അതുമായി ബന്ധപ്പെട്ട BJPയിൽ നിന്ന് BJP കൗൺസിലർമാർ തന്നെ ഉയർത്തുന്ന വിമർശനങ്ങളെ പറ്റി ചോദിച്ചപ്പോഴായിരുന്നു സുരേന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു പ്രകോപനപരമായ മറുപടി ഉണ്ടായിരിക്കുന്നത്. പത്തനംതിട്ടയിൽ വെച്ച് നടത്തിയ സുരേന്ദ്രന്റെ പ്രതികരണത്തിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞല്ലോ, കള്ള വാർത്തകൾ കൊടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തവർ ഏത് കൊമ്പത്തിരിക്കുന്നവരായാലും അവരെ ശരിയായ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യും. ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തിയ കൗൺസിലർമാരുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും. സുരേന്ദ്രന്റെ പ്രതികരണത്തിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി വ്യക്തമാണ്. ഇത്തരമൊരു ഭീഷണി മാധ്യമപ്രവർത്തകർക്കെതിരെ മാത്രമല്ല, പ്രത്യേകിച്ച് ഇത് ആവർത്തിച്ച് BJPയിലെ വിഭാഗിത അല്ലെങ്കിൽ വിമത ശബ്ദം ഉയർന്നതിനെപ്പറ്റി ചോദിക്കുമ്പോൾ മനസ്സിലായില്ലേ, ആരെയും വെറുതെ വിടില്ല എന്ന് സുരേന്ദ്രൻ പറയുമ്പോൾ ഒരുപക്ഷെ ഇത് മാധ്യമപ്രവർത്തകർക്കെതിരെ മാത്രമല്ല, സഹപ്രവർത്തകർക്കരോട് BJPയിലെ വിമർശനം ഉന്നയിക്കുന്നവർക്കെതിരെ കൂടിയായുള്ള മറുപടിയായിട്ട് വേണമെങ്കിലും ഇതിനെ കാണാൻ സാധിക്കുന്നതാണ്. ഒരുപക്ഷെ സുരേന്ദ്രൻ അത്തരത്തിലൊരു സമീപനവും ഇതിൽ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനമാണ് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തിയിരിക്കുന്നത്. ഉത്തരേന്ത്യയിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ BJPക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന മാധ്യമപ്രവർത്തകരെ അവർ വധിച്ചു കളയുന്ന തരത്തിൽ പോലും തരത്തിലുള്ള സംസ്കാരമാണ് BJP പിന്തുടരുന്നതാണ് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും അതിരൂക്ഷമായ വിമർശനമാണ് കെ സുരേന്ദ്രന്റെ പ്രകോപനപരമായ പ്രസ്താവനയോട് നടത്തിയിരിക്കുന്നത്. ഗാന്ധിയെ നിശബ്ദമാക്കും എന്ന് പറയുന്നതിന്റെ മറ്റൊരു പതിപ്പാണ് സുരേന്ദ്രൻ നടത്തിയിരിക്കുന്നതാണ് MV ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ BJPയുടെ അസഹിഷ്ണുതയാണ് ശരിക്ക് പ്രകടിപ്പിക്കുന്നത്. ആ പ്രകടിപ്പിക്കുന്നതിന് ശക്തിയെ പ്രതിഷേധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഗാന്ധിയെ നിശബ്ദനാക്കും എന്ന് പറഞ്ഞതിൻ്റെ വേറൊരു ടൈപ്പാണ്. മാധ്യമങ്ങളെ കടന്നാക്രമിക്കേണ്ട യാതൊരു കാര്യമില്ല. അതോടൊപ്പം മാധ്യമപ്രവർത്തകർക്കെതിരെ വലിയ തരത്തിൽ ആക്രോശം നടത്തിയ കെ സുരേന്ദ്രനെതിരെ മാധ്യമ സ്ഥാപനങ്ങളെന്നോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ വലിയ തരത്തിൽ തിരിച്ച് വിമർശനം ഉന്നയിക്കാത്തതോ അല്ലെങ്കിൽ വലിയ വാർത്തയാക്കാത്തതിനെതിരെയും MV ഗോവിന്ദ മാസ്റ്റർ വിമർശിക്കുകയുണ്ടായി. ശരി, സുജു ടി ബാബു ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.